മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിൻ്റെയും മേഘനാഥൻ്റെയും കല്യാണം വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആദ്യ രാത്രിയിൽ മേഘനാഥനെ ഒരു മാനസ എന്ന പെൺകുട്ടി വിളിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും മേഘനാഥനോട് പറയുന്നുണ്ട്. താൻ എന്നെ ചതിച്ചതുപോലെ ആ പെൺകുട്ടിയെയും ചതിക്കാനാണല്ലേ തൻ്റെ തീരുമാനം എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പെണ്ണുമായിട്ടിരിക്കുന്ന ഈ സമയത്ത് നീ എന്തിനാണ് എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നതെന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നു, തൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ് എൻ്റെ കൂടെയുള്ള കാര്യം മറക്കണ്ട. എൻ്റെ കുഞ്ഞിനും എനിക്കുമായിട്ട് നീ ചിലവിന് തന്നില്ലെങ്കിൽ നീ വിവരം അറിയുമെന്നെല്ലാം മാനസ പറയുന്നുണ്ട്. അപ്പോൾ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ നിൻ്റെ തീരുമാനമെന്ന് ചോദിക്കുന്നു മേഘനാഥൻ. ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതല്ല, ഇനി ഇതിനൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മോനെയും കൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യും. എല്ലാ കാര്യങ്ങളും തൻ്റെ ഭാര്യയോട് ഞാൻ പറയുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനസ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒന്നും അറിയാത്ത പോലെ മേഘനാഥൻ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. വീണ്ടും ഒരു പെൺകുട്ടി മേഘനാഥൻ്റെ ഫോണിൽ വിളിക്കുകയും അത് കല്യാണം വിളിക്കാൻ മറന്നുപോയിട്ടുള്ള ഓരോരുത്തരായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ വിശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിരുന്നിനെത്തുന്ന മേഘനാഥനെയും മഞ്ജുവിനെയുമാണ്. അപ്പോൾ ദുർഗ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോളെ വെറും കൈയോടുകൂടി ഇറക്കി വിട്ടല്ലേ, നീ ഒരു തുള്ളി പൈസ പോലും ഒരു ശകലം സ്വർണം പോലും എൻ്റെ മോൾക്ക് ഇട്ട് കൊടുക്കാതെയാണല്ലോ ഇറക്കി വിട്ടത്. അവളുടെ സ്വത്തിൻ്റെ പാതി അവൾക്ക് കൊടുക്കണമെന്നും ഇപ്പം തന്നെ അത് ചെയ്യണമെന്നും എല്ലാം പറഞ്ഞ് കണ്ണനോട് നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നു, ഇനി ഞാൻ മാത്രം വിചാരിച്ചാൽ ആ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. എൻ്റെ പാതിയായ മഹിയും കൂടെ വിചാരിക്കണം. ഞാൻ എൻ്റെ പാതി സ്വത്തും മഹിയുടെ പേരിൽ എഴുതി വെച്ചെന്നെല്ലാം പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അവിടെയുള്ളവരെല്ലാവരും ഞെട്ടിത്തെറിച്ചു പോവാണ്. കരുണയാണെങ്കിൽ ബോധം കെട്ട് വീഴുന്ന പോലെയാകാണ്. കരുണയ്ക്ക് ഒരുമാതിരി വട്ടിളകിയ പോലെയായി. കരുണ റൂമിൽ പോയി എല്ലാം വലിച്ചു വാരിയിട്ടും എറിയുന്നുമെല്ലാം ഉണ്ട്. പിന്നീട് കണ്ണൻ്റെ ഓഫീസിലോട്ട് മാനസ എത്തുന്നുണ്ട്. മാനസയ്ക്ക് മനസ്സിലാകുന്നുണ്ട് കണ്ണൻ്റെ പെങ്ങൾ മഞ്ജുവിനെയാണ് മേഘനാഥൻ വിവാഹം കഴിച്ചതെന്നെല്ലാം. പിന്നീട് ജോലിയുടെ വേക്കൻസി വല്ലതും ഉണ്ടോ എന്ന് കണ്ണനോട് ചോദിക്കുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നു, ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ, പിന്നീട് ഒരു ദിവസം വരൂ, ഞാൻ അന്നേരം അറിയിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് മേഘനാഥൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സ് അവിടെ കണ്ണനോട് പറയുന്നത്. അതിലൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യവും കൂടെ പറയുമ്പോൾ കണ്ണൻ ഞെട്ടുകയാണ്. കണ്ണൻ പറയുന്നുണ്ട്, ഇവൻ പെണ്ണുങ്ങളുടെ പിറകെ എല്ലാം പോകുമെന്ന് എനിക്കറിയാമായിരുന്നെങ്കിലും ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇവൻ ഇത്രയും വൃത്തികെട്ടവനായിരുന്നോ എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താണെങ്കിലും ഈ വിവരം എന്തുകൊണ്ട് നേരത്തെ വന്ന് പറഞ്ഞില്ല, എൻ്റെ പെങ്ങളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെടുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, എനിക്ക് പേടിയാണ്, ഞാനിതെല്ലാം നേരത്തെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഘനാഥൻ എന്നെ കൊല്ലുമായിരുന്നു, എൻ്റെ മോൻ ആരുമില്ലാതെ പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കാര്യം മേഘനാഥൻ എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നീ മേഘനാഥൻ ചോദിക്കുമ്പോൾ പറയണം. കണ്ണനോട് ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അവൻ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നിന്നെ അവനൊന്നും ചെയ്യാതിരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണൻ അന്നേരം മനസ്സ് പറയുന്നുണ്ട്, സാറിന് എപ്പോൾ വേണമെങ്കിലും എൻ്റെ മോനെ കൊണ്ടുവന്ന് കാണിക്കാം എന്നെല്ലാം പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്താണെങ്കിലും ഞാനിവിടെ ഒരു വേക്കൻസി തരപ്പെടുത്തി തരാമെന്നൊക്കെ പറയുന്നുണ്ട് കണ്ണൻ. ഈ വിവരമെല്ലാം മഞ്ജു അറിഞ്ഞുകൊണ്ട് മഞ്ജു കമലേശ്വരത്തോട് തിരികെ വരുന്ന എപ്പിസോഡുകളാണ് ഇനി നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.